ലാസ്റ്റ് ലാബ് ലെസൺസിലേക്ക് സ്വാഗതം. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് ഇന്നത്തെ നമ്മുടെ പവർ പാക്ഡ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയയിൽ വന്നിരിക്കുന്നത്. പലപ്പോഴും വിദ്യാർത്ഥികൾ അറിഞ്ഞുകൊണ്ട് തെറ്റിക്കുന്ന ഒരു മേഖലയാണിത്. കാര്യം ബേസിക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാനുള്ള സ്കില്ല് നിങ്ങളെല്ലാവർക്കും ഉണ്ട്. ആ സ്കില്ലുണ്ടെങ്കിൽ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ 5-ൽ 4 ചോദ്യങ്ങൾ ഉറപ്പായിട്ട് ശരിയാക്കാം. ഒരു ചോദ്യം ചിലപ്പോൾ അതിന്റെ തീമിനെ പറ്റിയോ അല്ലെങ്കിൽ ഓദർ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെ പറ്റിയോ ടോണിനെ പറ്റിയോ ഒക്കെ വരുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയി. ബാക്കി 4 ചോദ്യത്തിന്റെയും ഉത്തരം റീഡിംഗ് കോംപ്രിഹെൻഷന്റെ പാസേജിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇത് ടാക്കിൾ ചെയ്യാനായിട്ട് ഒന്നാമത് പാസേജ് മുഴുവൻ വായിക്കുന്നതിന് മുൻപ് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ആ ചോദ്യത്തിൽ പറയുന്ന കാര്യം വരുന്നത് ഏത് പാരഗ്രാഫിലാണെന്ന്, ചിലപ്പോൾ ആ പാസേജിന് 3-4 പാരഗ്രാഫ് ഉണ്ടാവും. ആ പാരഗ്രാഫിന്റെ തുടക്കം ഒടുക്ക സെന്റൻസ് വായിച്ചൊന്ന് സ്കിം ചെയ്ത് കീവേഡ് നോക്കി വായിക്കേണ്ട ഏരിയ, ഉത്തരവുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് ആ ഏരിയ ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് നിങ്ങളുടേതായ ഒരു ഉത്തരം ഫോർമുലേറ്റ് ചെയ്യാം. ആ ഉത്തരം 4 ഓപ്ഷനുകളിൽ ഉണ്ടെങ്കിൽ അതാണ് ശരിയുത്തരം. പിന്നെ സംശയിക്കേണ്ട, തിരഞ്ഞെടുത്ത് ഒരു കാര്യം കീ ആയിട്ട് ആസ്ട്രക് സൈൻ ഇട്ട് ഓർത്തിരിക്കുക. പുറത്തു നിന്നുള്ള ഒരു ഇൻഫർമേഷനും കൊണ്ടുവന്ന് റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യരുത്. പാസേജിൽ എന്തുണ്ടോ അതിനെ ബേസ് ചെയ്ത് മാത്രം ആൻസർ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും പരീക്ഷാ ഹാളിലെ വിജയത്തിൽ നിങ്ങളെ ആ കാര്യം ഹെൽപ്പ് ചെയ്യും. ഓൾ ദി വെരി ബെസ്റ്റ്.